നമസ്കാരം കൂട്ടുകാരെ. ഇൻട്രഡക്ഷൻ ടു ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന വീഡിയോൻ്റെ രണ്ടാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ മെഷറിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററുകൾ എന്തൊക്കെ കാരണമാണ്, ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിനെ എങ്ങനെയെല്ലാം ക്ലാസിഫൈ ചെയ്യാം, ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിലുണ്ടാകുന്ന എസൻഷ്യൽ ഫോഴ്സുകൾ ഏതെല്ലാമാണ് എന്നതാണ് നോക്കാൻ പോകുന്നത്. അടുത്തത് സോഴ്സസ് ഓഫ് എറർ വൈൽ മെഷറിംഗ്. നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് റീഡിംഗ് എടുക്കുമ്പോൾ, മെഷറിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ എററുകളാണ് ഉണ്ടാവുക. ഒന്ന്, ഡിവൈസ് എറർ. നമ്മൾ ഉപയോഗിക്കുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ അസംബ്ലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതോ തെറ്റായ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളോ ഉപയോഗിക്കുന്ന പൊസിഷൻ തെറ്റായിട്ട് വരികയോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാരണം ഉണ്ടാകുന്ന ഫോൾട്ടിനെ അല്ലെങ്കിൽ എററിനെ പറയുന്നതാണ് ഡിവൈസ് എറർ. രണ്ട്, ഇൻഫ്ലുവൻസ് എറർ. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് കാരണം, ഉദാഹരണത്തിന് ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചറിലുണ്ടാകുന്ന മാറ്റം, മീറ്ററിൽ അനുഭവപ്പെടുന്ന വൈബ്രേഷൻസ്, ഇലക്ട്രിക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ്, അത് കാരണം ഉണ്ടാകുന്ന എററുകളെയാണ് ഇൻഫ്ലുവൻസ് എറർ എന്ന് പറയുന്നത്. അടുത്തത് സ്വിച്ചിങ് എറർ. മെഷർ ചെയ്യുന്ന ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ്, ഇൻകറക്റ്റായ കണക്ഷൻ അല്ലെങ്കിൽ സെലക്ഷൻ തെറ്റായ രീതിയിൽ ചെയ്യുമ്പോൾ, മീറ്ററിനെ പ്രോപ്പറായി സെലക്ട് ചെയ്യാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന എററുകളെയാണ് സ്വിച്ചിങ് എറർ എന്ന് പറയുന്നത്. ഹ്യൂമൻ എറർ. നമ്മൾ ഇൻഡിക്കേറ്ററിൽ നോക്കുമ്പോഴോ ഒരു നിശ്ചിത ആംഗിളിൽ നോക്കുമ്പോഴോ അല്ലെങ്കിൽ സബ് ഡിവിഷൻസുകൾ പ്രോപ്പറായി ശ്രദ്ധിക്കാതെ റീഡിംഗ് എടുക്കുമ്പോഴോ ഉണ്ടാകുന്ന എററിനെയാണ് ഹ്യൂമൻ എറർ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റുകളെ മാനുഫാക്ചറിംഗ് സ്റ്റാൻഡേർഡ്സ്, ഫങ്ഷൻസ്, ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓൺ ദ ഇൻസ്ട്രുമെൻറ്റ്, ഈ 3 പാരാമീറ്ററിന് അടിസ്ഥാനത്തിലായി താഴെ പറയുന്ന രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, മാനുഫാക്ചറിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾ മാനുഫാക്ചറിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിലായി 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റുകളും സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റുകളും. അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റുകളിൽ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ്റെയും ഇൻസ്ട്രുമെൻറ്റ് കോൺസ്റ്റൻ്റെയും ബേസിസിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മൾ മെഷർ ചെയ്യേണ്ട കറൻറ്റ് എന്ന് പറയുന്നത് വിൽ ബി ഫ്രം ദ ടാൻജൻറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറൻറ്റ്. ആ കറൻറ്റ് കാരണം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ, ദ റേഡിയസ്, ആ പാനലിൻ്റെ ഡയലിൻ്റെ റേഡിയസ്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് വയർ യൂസ്ഡ്, ആ ഇൻസ്ട്രുമെൻറ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന കോയിലിലുള്ള ടേണുകളുടെ എണ്ണം, ആൻഡ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്, അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന ഫാക്ടറുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ടാൻജൻറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ, റേഡിയസ്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് വയർ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്, ഈ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകളിൽ കാലിബ്രേഷൻ ചെയ്യുകയോ വേറൊരു റീഡിംഗ് ആയിട്ട് കമ്പാരിസൺ ചെയ്യുകയോ ആവശ്യമില്ല. സ്റ്റാൻഡേർഡ് ലാബോറട്ടറി ആപ്ലിക്കേഷനുകൾക്ക് മാത്രമാണ് നമ്മൾ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റുകൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റുകളിൽ നമുക്ക് ഒരു കാലിബ്രേറ്റഡ് ഡയലിൽ നിന്ന് ഡയറക്റ്റായിട്ട് റീഡിംഗ് മെഷർ ചെയ്തിരിക്കാം. ഒരു സെക്കൻഡറി ഇൻസ്ട്രുമെൻ്റാണ് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ തുടങ്ങിയവ.
ടാൻജൻറ്റ് ഗാൽവനോമീറ്ററാണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റിനുള്ള ഉദാഹരണം. ഈ തരത്തിലുള്ള, അതായത് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മൾ കാലിബ്രേറ്റ് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് വെച്ച് കാലിബ്രേറ്റ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ കാലിബ്രേറ്റഡ് ആയ ഒരു സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റിൻ്റെ റീഡിങ്ങുമായി കമ്പയർ ചെയ്തിട്ടോ ആണ് നമ്മൾ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റുകൾ യൂസ് ചെയ്യുന്നത്. ഫങ്ഷൻസ്. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റുകളെ വീണ്ടും നമുക്ക് അതിൻ്റെ ഫങ്ഷൻ്റെ ബേസിസിലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ ബേസിസിൽ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റുകളെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റുകൾ, ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റുകൾ, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റുകൾ. അമ്മീറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിന് ഉദാഹരണമാണ്. നമുക്ക് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റുകളിൽ ഒരു ഗ്രാജുവേറ്റഡ് സ്കെയിലിൽ നിന്ന് അല്ലെങ്കിൽ ഡയലിൽ നിന്ന് മെഷർ ചെയ്യുന്ന ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയെ ഡയറക്റ്റായി റീഡ് ചെയ്തെടുക്കാൻ പറ്റും. വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ തുടങ്ങിയ ഇൻസ്ട്രുമെൻറ്റുകളെല്ലാം ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റാണ്. ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഈ ഇൻസ്ട്രുമെൻറ്റുകൾ ഒരു നിശ്ചിത കാലയളവിൽ, ഉദാഹരണത്തിന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ എമൗണ്ടിനെയാണ് നമുക്ക് തരുന്നത്. ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിന് വലിയൊരു ഉദാഹരണമാണ് എനർജി മീറ്ററുകൾ. നമ്മളുടെ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്ന എനർജി മീറ്റർ ഒരു നിശ്ചിത കാലയളവിൽ, ഉദാഹരണത്തിന് 2 മാസ സമയം അല്ലെങ്കിൽ ഒരു മാസം, ആ സമയത്തുണ്ടാകുന്ന ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീനെ ഒരു ഗ്രാഫിൽ അടയാളപ്പെടുത്തുന്നു. നിങ്ങൾ ECG എന്ന് പറയുന്ന എക്യുപ്മെൻറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അതിൽ നമുക്ക് ഒരു പേനയുണ്ടായിരിക്കും, ഒരു ഗ്രാഫ് ഷീറ്റ് ഉണ്ടായിരിക്കും. പൾസിൻ്റെ വേരിയേഷൻസ് ആ ഗ്രാഫിൽ റെക്കോർഡ് ചെയ്യുന്നു. സബ്സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലോ ഒക്കെ റെക്കോർഡിംഗ് ടൈപ്പ് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, പവർ ഫാക്ടർ മീറ്ററൊക്കെ ഈ ഒരു ക്ലാസ്സിൽ വരുന്നതാണ്. ആ ഗ്രാഫ് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്ത് എത്ര വോൾട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്രയായിരുന്നു പവർ ഫാക്ടർ, എത്രയായിരുന്നു കറണ്ട് എന്ന് നമുക്ക് നോക്കിയെടുക്കാം. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റുകൾ ഓരോ ഇൻസ്റ്റൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ സമയത്തും ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ പാരാമീറ്ററിനെ ഒരു ഗ്രാഫ് ഷീറ്റിൽ പെന്നിൻ്റെ സഹായത്തോടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് യൂസ്ഡ് ഓൺ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റുകളിൽ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന ഇഫക്റ്റിന് ബേസ് ചെയ്തിട്ട് ഇൻസ്ട്രുമെൻറ്റുകളെ അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് ഓപ്പറേഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. താഴെ പറയുന്ന ഇഫക്റ്റുകൾ, ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇഫക്റ്റുകളാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റുകളിൽ മെഷറിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മാഗ്നറ്റിക് ഇഫക്റ്റ്, ഹീറ്റിംഗ് എഫക്റ്റ്, കെമിക്കൽ ഇഫക്റ്റ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇഫക്റ്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇഫക്റ്റ്. ഈ പ്രതിഭാസങ്ങളാണ് നമ്മൾ ഓരോ മീറ്ററുകളിലും, വ്യത്യസ്തമായ മീറ്ററുകളിലും നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ കറസ്പോണ്ടിങ് ആയ മീറ്ററുകൾ പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം. അടുത്തത്, ഒരു ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ഉണ്ടാകേണ്ട എസൻഷ്യൽ ഫോഴ്സുകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഒരു ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ഉണ്ടാവുന്ന ഫോഴ്സുകൾ എന്ന് പറയുന്നത് 3 ക്ലാസിഫൈ ചെയ്യാം. 1 ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്, 2 കൺട്രോളിംഗ് ഫോഴ്സ്, 3 ഡാമ്പിംഗ് ഫോഴ്സ്. ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്. ഒരു മീറ്ററിൻ്റെ, ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പോയിൻ്റർ 0യിൽ നിന്ന് ഡിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ട ഫോഴ്സിനെയാണ് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു മീറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ആ മീറ്ററിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ
ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഇഫക്റ്റോ ഹീറ്റിംഗ് എഫക്റ്റോ കെമിക്കൽ എഫക്റ്റോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൺട്രോളിംഗ് ഫോഴ്സ് ഒരു ഇൻസ്ട്രുമെൻറ്റിൽ മൂവിങ് സിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോളിംഗ് ഫോഴ്സ് യൂസ് ചെയ്യുന്നത്. ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കൺട്രോളിംഗ് ഫോഴ്സുകൾ ആക്ട് ചെയ്യുക. ഈ കൺട്രോളിംഗ് ഫോഴ്സിൻ്റെ സഹായത്തോടെയാണ് മീറ്ററുകൾ നമ്മൾ ഡിസ്കണക്റ്റ് ചെയ്യുമ്പോൾ പോയിൻ്ററുകൾ 0 പൊസിഷനിലേക്ക് വരുന്നത്. കൺട്രോളിംഗ് ഫോഴ്സുകൾ 2 മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. ഗ്രാവിറ്റി കൺട്രോളും സ്പ്രിംഗ് കൺട്രോളും. ഗ്രാവിറ്റി കൺട്രോൾ ഫിഗറിൽ കാണിച്ചതുപോലെ പോയിൻ്ററിൻ്റെ ഫാർദസ്റ്റ് എൻഡിലായി ഒരു കൺട്രോൾ വെയ്റ്റും ബാലൻസ് വെയ്റ്റും ഫിഗറിൽ കാണിച്ചതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഇൻസ്ട്രുമെൻറ്റുകളിൽ ഗ്രാവിറ്റി കൺട്രോൾ, അതായത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണമാണ് കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഇൻസ്ട്രുമെൻറ്റുകൾ വെർട്ടിക്കൽ പൊസിഷനിൽ വെച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇൻസ്ട്രുമെൻ്റ് കണക്ട് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ കൺട്രോൾ വെയ്റ്റും ബാലൻസ് വെയ്റ്റും പരസ്പരം ബാലൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റായി ആക്ട് ചെയ്തിട്ട് ഈ പോയിൻ്ററിനെ 0 പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യും. മീറ്റർ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ പോയിൻ്റർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയും ഈ 2 വെയ്റ്റുകളും അതിൻ്റെ പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആവുകയും അത് കാരണം എക്സേർട്ട് ആവുന്ന ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം ഈ വെയ്റ്റ് ഒറിജിനൽ പൊസിഷനിലേക്ക് വരാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അവിടെ കൺട്രോളിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്തത് സ്പ്രിംഗ് കൺട്രോൾ. സ്പ്രിംഗ് കൺട്രോളിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോസ്ഫറസ് ബ്രോൺസ് അല്ലെങ്കിൽ ബെറീലിയം കോപ്പറിൻ്റെ സ്പൈറൽ ഹെയർ സ്പ്രിങ്ങുകളാണ്. വളരെ കനം കുറഞ്ഞ സ്പ്രിങ്ങുകളാണ് യൂസ് ചെയ്യുന്നത്. ഈ 2 സ്പ്രിങ്, ഒരു ഇൻസ്ട്രുമെൻറ്റിൽ 2 സ്പ്രിങ്ങുകൾ യൂസ് ചെയ്യും. ആ സ്പ്രിങ്ങുകൾ സ്പിൻഡിലായിട്ട് ഒരു എൻഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അടുത്ത എൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ഫിഗറിൽ കാണിച്ച അതുപോലെ എ ആൻഡ് ബി ആണ് ഇവിടെ സ്പ്രിംഗ് കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്പൈറൽ സ്പ്രിങ്ങുകൾ. എയുടെ എൻഡ് ലിവറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ലിവറിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ 0 അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിൾ ആക്കുന്നത്. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സ്പ്രിംഗ് എയും ബിയും വ്യത്യസ്തമായ ഡയറക്ഷനിലാണ് വൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു സ്പ്രിങ് ടൈറ്റ് ആവുകയും ഒരു സ്പ്രിങ് ലൂസ് ആവുകയും ചെയ്യും. അല്ലെങ്കിൽ ഒന്ന് വൈൻഡ് ആവുകയും ഒന്ന് അൺവൈൻഡ് ആവുകയും ചെയ്യും. ഈ 2 സ്പ്രിങ്ങിൻ്റെയും ടെൻഷൻ അല്ലെങ്കിൽ ടോർഷൻ കാരണമാണ് കൺട്രോളിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫോസ്ഫറസ് ബ്രോൺസ് അല്ലെങ്കിൽ ബെറീലിയം കോപ്പർ കൊണ്ട് സ്പ്രിങ്ങുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ് ടു ഫാറ്റിക്. കുറേ പ്രാവശ്യം വൈൻഡ് ചെയ്യുകയോ അൺവൈൻഡ് ചെയ്താലോ അതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോവില്ല. നോൺ മാഗ്നറ്റിക്, കാന്തത്താൽ ആകർഷിക്കപ്പെടാത്തതായിരിക്കും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിസം ഇതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, ചൂട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് വികസിക്കാനോ ചുരുങ്ങാനോ പാടില്ല. ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ്, കറൻറ്റിനെ എളുപ്പത്തിൽ കടത്തിവിടുന്നതായിരിക്കണം. ഈ തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ ഏത് പൊസിഷനിൽ വേണമെങ്കിലും വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഈ സ്പ്രിങ്ങിൻ്റെ സഹായത്തോടെയാണ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ മൂവിങ് കോയിലിലേക്ക് കറണ്ട് കൊണ്ടുവരുന്നതും കറണ്ട് പുറത്തേക്ക് വരുന്നതും. ഡാമ്പിംഗ് ഫോഴ്സ്, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ
പോയിൻ്റർ ഫൈനൽ റെസ്റ്റിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ഫോഴ്സിനെയാണ് ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 5 റീഡിംഗ് കാണിക്കുന്നത്, 5 ആംപിയറാണ് ഒഴുകുന്ന കറണ്ടെങ്കിൽ ഈ 5 എന്ന് പറയുന്ന മാർക്കിങ്ങിൽ വന്ന് പെട്ടെന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ട ഫോഴ്സിനെയാണ് ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുക. ഡാമ്പിംഗ് ഫോഴ്സ് ഇല്ലെങ്കിൽ മീറ്ററിൻ്റെ പോയിൻ്റർ വൈബ്രേറ്റ് ചെയ്യും. ആ ഓസിലേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് കൺട്രോളിംഗ് ടോർക്കിൻ്റെയും ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സിൻ്റെയും കമ്പൈൻഡ് എഫക്റ്റ് കൊണ്ടായിരിക്കും. അപ്പോൾ ഫൈനൽ റെസ്റ്റിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഡാമ്പിംഗ് ഫോഴ്സ് മസ്റ്റാണ്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ പോയിൻ്റർ ഫൈനൽ ഡിഫ്ലക്ഷൻ പൊസിഷനിലേക്ക് ഓസിലേഷനുകളൊന്നും ഇല്ലാതെ എത്തുകയാണെങ്കിൽ ആ ടൈപ്പ് ഡാമ്പിങ്ങിനെ പറയുന്നതാണ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. അണ്ടർ ഡാംപ്ഡ് ഇൻസ്ട്രുമെൻറ്റുകളാണെങ്കിൽ അതിൻ്റെ പോയിൻ്ററുകൾ ഫൈനൽ ഡിഫ്ലക്റ്റഡ് പൊസിഷനിൽ എത്തുന്നതിന് മുൻപ് ചെറിയ രീതിയിൽ ഡിഫ്ലക്റ്റ്. ഓവർ ഡാംപ്ഡ് ഇൻസ്ട്രുമെൻറ്റുകളാണെങ്കിൽ ആ പോയിൻ്ററുകൾ വളരെ പതുക്കെ മാത്രമേ ഫൈനൽ ഡിഫ്ലക്റ്റഡ് പൊസിഷനിലേക്ക് വരുള്ളൂ. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ഡാമ്പിംഗ് ഫോഴ്സ് 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. 1 എഡ്ഡി കറൻറ്റ് ഡാമ്പിംഗ്, 2 എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. 1 എഡ്ഡി കറൻറ്റ് ഡാമ്പിംഗ്. എഡ്ഡി കറൻറ്റ് ഡാമ്പിങ്ങിൽ അലുമിനിയത്തിൻ്റെയോ ഒരു കോപ്പറിൻ്റെയോ ഡിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഡാമ്പിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫിഗറിൽ കാണിച്ചതുപോലെ സ്പിൻഡിലിനോട് ഒരു ഡിസ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ ഡിസ്ക് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ പോളുകൾക്കിടയിലാണ് മൂവ് ചെയ്യുന്നത്. ഈ പോയിൻ്ററിൽ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുകയും അതിന് ഒപ്പം തന്നെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഡിസ്ക് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി അതിലൊരു എഡ്ഡി കറണ്ട് ഉണ്ടാവും. ലെൻസസ് ലോ പ്രകാരം ആ ഫ്ലക്സ് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന എഡ്ഡി കറണ്ട് ഈ ഡിസ്കിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യും. അതിൻ്റെ ഫലമായി അതിലൊരു ഡാമ്പിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റുകളിൽ മൂവിംഗ് കോയിൽ എന്ന് പറയുന്നത് കനം കുറഞ്ഞ അലുമിനിയം ഫോർമറിൻ്റെ മുകളിലാണ് വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ അലുമിനിയം ഫോർമറിൽ ഉണ്ടാകുന്ന എഡ്ഡി കറൻ്റാണ് ആവശ്യമായ ഡാമ്പിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് താഴെ കാണിച്ച ഫിഗറിൽ ചെയ്ത പോലെയാണ് ഒബ്റ്റെയിൻ ചെയ്യുക. ഇതിൽ ഒരു മെറ്റൽ വെയിൻ വി സ്പിൻഡിലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ മെറ്റൽ വെയിനിനെ ഒരു ബോക്സിനുള്ളിൽ ആണ് മൂവ് ചെയ്യിക്കുന്നത്. ഈ പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ, ഗ്രാജുവേറ്റഡ് സ്കെയിലിൽ മൂവ് ചെയ്യുമ്പോൾ ഈ മെറ്റൽ വെയിനിൽ ഉണ്ടാകുന്ന സ്പിൻഡിലേക്ക് ഒരു മെറ്റൽ വെയിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ മെറ്റൽ വെയിൻ ഒരു ചേംബറിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. പോയിൻ്റർ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റൽ വെയിൻ ഈ എയർ ചേംബറിൽ മൂവ് ചെയ്യും. അതൊരു പിസ്റ്റൺ പോലെ ആക്ട് ചെയ്യുകയും ആ ചേംബറിൻ്റെ ഉള്ളിലുള്ള എയർ അതിലൊരു ഡാമ്പിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഈ എയർ ചേംബറിലുള്ള എയർ പിസ്റ്റണിൻ്റെ അല്ലെങ്കിൽ വെയിനിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുമ്പോഴാണ് ആ പിസ്റ്റണിൽ അല്ലെങ്കിൽ വെയിനിൽ ഡാമ്പിംഗ് ഫോഴ്സ് ഉണ്ടാവുന്നത്. ഫിഗറിൽ കാണിച്ചതാണ് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിൻ്റെ അസംബ്ലി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുടെ അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ തൊട്ട് സൈഡിലുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.
വീണ്ടും ഒരു ടോപ്പിക്കായി അടുത്ത ക്ലാസ്സിൽ കാണാം. ശുഭദിനം.